ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പോവാണ്. ഇന്ന് ബാക്കി രാശി വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ ചിങ്ങം, കന്നി, തുലാം ചെയ്തു. ഓക്കെ, ഇന്നിനി വൃശ്ചികം തൊട്ട് തുടങ്ങാം. വൃശ്ചികം, ധനു, മകരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. വൃശ്ചിക മാസം നിങ്ങൾ ജനിച്ചവർ, നിങ്ങളുടെ വൃശ്ചിക കൂറാണെങ്കിൽ അതിൽ വിശാഖം ആദ്യത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം വെച്ച് കാണാം. നിങ്ങളുടെ നക്ഷത്രം എവിടെ പെടുന്നോ അതിൽ വെച്ച് കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ വിശാഖം കാൽഭാഗം, ആദ്യത്തെ കാല്, അനിഴം, തൃക്കേട്ട. ഓക്കെ, ഇത് മൂന്നും വരുന്ന വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് വൃശ്ചിക മാസമാവാം, അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങൾ വെച്ച് നിങ്ങൾ, എനിക്കറിയില്ല. ഓക്കെ, കണ്ടോളൂ. ഓക്കെ, വൃശ്ചികം, വിശാഖം, അനിഴം, തൃക്കേട്ട. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ 2025 എന്താണ് വരാൻ പോകുന്നത് നോക്കാം. നമുക്ക് കുറേയൊക്കെ കിട്ടുന്ന പോലെ. ഓക്കെ, 5 ഓഫ് സോഡ്സ് ഉണ്ട്, ഡെത്ത് ഉണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് എല്ലാ ഇതിലും വന്ന പോലെ തോന്നുന്നു. ഇപ്പോൾ ഇത്രയും ഷഫിൾ ചെയ്ത് ഞാൻ എടുത്തിട്ടും. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് കഴിഞ്ഞ 2 3 വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, നല്ലതും ചീത്തയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വർഷമായിരിക്കും എന്ന് പറയാം. 2025 നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലിക്ട്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടുകാരോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ലേശം ഒരു കോൺഫ്ലിക്റ്റ് മറ്റുള്ളവരുമായിട്ട് ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ്. കോമ്പറ്റീഷനുള്ള സാധ്യതയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ, ഐ തിങ്ക്, ചില അനാവശ്യമായ കാര്യങ്ങളിൽ അനാവശ്യമായ കോൺഫ്ലിക്ട്സ് ഏർപ്പെടുമെന്ന് പറയാം. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും എന്ന രീതിയിലും എടുക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, മറ്റുള്ളവർ, അതായത് അതേ ഫീൽഡിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓക്കെ നിങ്ങളെ തടസ്സപ്പെടുത്താനോ അങ്ങനെയൊക്കെയുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, അതായത് നിങ്ങളത് ചെയ്ത് നിങ്ങൾ വിൻ ചെയ്യും എന്ന രീതിക്ക് കൂടി നമ്മൾ പറയാറുണ്ട്. സോ എന്തെങ്കിലും അങ്ങനെ കോൺഫ്ലിക്ട്സ് വന്നാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനും നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഡെത്ത് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലെ ചില മാറ്റങ്ങൾ എന്ന് പറയാം. ആ മാറ്റങ്ങൾ നല്ലതിനായിരിക്കും എന്തായാലും. ഓക്കെ, ഈ കോൺഫ്ലിക്ട്സിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ചിലപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് വിട്ട് കളയണം എന്നുള്ളൊരു തരത്തിലായിരിക്കാം. ആ രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് വിട്ട് കളയേണ്ടതുണ്ടാവും. ആരോടെങ്കിലും എന്തെങ്കിലും ഫൈറ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മാപ്പ് കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾ വിട്ട് കളയേണ്ടി വരും. ഓക്കെ, അതിന് പിടിച്ചുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുന്നതായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു പുതിയ തുടക്കങ്ങളുടെ കാര്യം പറയും. ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിക്കും, പക്ഷെ ചില കാര്യങ്ങൾ പുതിയ തുടങ്ങുകയും ചെയ്യും. സോ നല്ലതാണ്. ഇവിടെ നിങ്ങൾ അവനവനെ ലിമിറ്റ് ചെയ്യേണ്ട എന്നൊരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതെടുക്കാൻ നിങ്ങൾ മടിക്കണ്ട. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾ വേണ്ട എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ പേടികളായിരിക്കാം. ഓക്കെ, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്നുള്ള ചില പേടികളായിരിക്കാം. അതൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാം. അത് മാത്രമല്ല, ചിലപ്പോൾ ഇത് പണത്തിൻ്റെ കാര്യം കൂടിയായിരിക്കാം. നിങ്ങൾക്ക് ലേശം പണം ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് വന്നേക്കാം. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. അതായത് ഒരു ഓവർ ചെലവ് വരാതെയോ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ടാവാം എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ 2025 നിങ്ങൾ ഹാർഡ് വർക്ക് ഇടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് ചെയ്യേണ്ടി വരും. എനിക്ക് മേ ബി നിങ്ങൾക്ക് ഈ പണം, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മേ ബി എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ മേ ബി ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഇവിടെ 7 ഓഫ് വൺസ് നമ്മൾ ഉറച്ചു നിൽക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ നല്ലോണം മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇടാം. ഓക്കെ, ഒട്ടും ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. ഓക്കെ, നല്ലോണം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത്. 2025 ആക്ച്വലി ഫൈനാൻഷ്യൽ ഗ്രോത്തും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾക്കൊരു മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുവേണ്ടി ലേശം സ്ട്രഗിൾ ഉണ്ടാവും. അത്ര എളുപ്പമായിരിക്കില്ല, നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. 2025 നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. അതിന് നിങ്ങളുടേതായ ഒരു ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് അങ്ങനത്തെ രീതിയിൽ പറയാം. അല്ലെങ്കിൽ
ഫൈനാൻഷ്യലി അബണ്ടൻസ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ജനറലി നിങ്ങൾ നല്ലോണം ജോലിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക. ഓക്കെ, ഐ തിങ്ക് കുറച്ച് നിങ്ങൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ജഗ്ലിംഗ് നെക്സ്റ്റ് ഇയർ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് സൂക്ഷിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് അത് പോവും. എല്ലാം നമ്മൾ ലൈഫിൽ പാർട്ടാണ്. ചില സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും, ചില സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ആദ്യമേ തന്നെ പ്ലാനിങ് ചെയ്യാം. എനിക്ക് പ്ലാനിങ് ചെയ്ത് കൈകാര്യം ചെയ്യാം, പണത്തിനെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഓക്കെ, പക്ഷെ നല്ല പുതിയ തുടക്കങ്ങൾ എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഇതും ഒരു പുതിയ തുടക്കത്തിൻ്റെ തന്നെയാണ്. ചിലവർക്ക് ലൈക്ക് എന്തെങ്കിലും പുതിയ ജോലി കിട്ടി മാറുന്നതോ അങ്ങനെയാവാം. ചിലവർക്ക് എന്തെങ്കിലും കിട്ടുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വിചാരിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ വരും. ഓക്കെ, അങ്ങനെയും സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് പറയാം. ഓക്കെ, ചില കോമ്പറ്റീഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾ എന്തെങ്കിലും അതാണ് ഹാർഡ് വർക്കിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, നിങ്ങളപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ മാക്സിമം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നല്ലതും ഉണ്ടാവും നെക്സ്റ്റ് ഇയർ. ഓക്കെ, ചില ചേഞ്ചസ് വരുന്നതായിട്ടുണ്ടത്. യാത്ര എന്നൊക്കെ പറയാം, സ്ഥലം മാറ്റം പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ മാറുന്നു എന്ന രീതിക്ക് എടുക്കാം. നമുക്ക് സിറ്റുവേഷൻസ് മാറി വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ 2025 നിങ്ങൾക്കൊരു മിക്സ്ഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, 1-2 കാർഡ്സ് കൂടി എടുത്തേക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു, അതേപോലെ കുറച്ച് കാർഡ്സ് കൂടി എക്സ്ട്രാ. ഫുൾ കാർഡ്, 9 of Swords. ഓക്കെ, ആൻഡ് 6. സക്സസ്, വെരി നൈസ്. ആൻഡ് ഇവിടെ 6 swords ഉണ്ട്, വെരി നൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. ഐ തിങ്ക് നിങ്ങൾ സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാം. നിങ്ങൾ കുറേ ടെൻഷൻ സ്ട്രെസ്സൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ ഹാർഡ് വർക്ക് വേണ്ടി വരുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് എത്ര ചെയ്താലും മാനേജ് ആവുന്നില്ല കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ബട്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം. അഗെയിൻ ഇവിടെ ഡെത്തും ഫുൾ കാർഡും ഒക്കെ പറയുന്നത് പുതിയ തുടക്കങ്ങളെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വരും. സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സക്സസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു സമാധാനം, പീസ് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ ഐ തിങ്ക് ഓവർ തിങ്കിങ്ങിലേക്ക് പോവാതിരിക്കാം. ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, വറി ചെയ്യേണ്ട. ഓക്കെ, നല്ലത് തന്നെ വരുള്ളൂ. കാരണം കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഈ എൻഡിങ്സ് ഒക്കെ വരുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നല്ല ഇനാണ്. ഓക്കെ, നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരേ ലൈഫ് ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, 2025 ഒരു മിക്സ്ഡ് ഇയർ ആണ്. ബട്ട് ഐ തിങ്ക് ബൈ എൻഡ് നിങ്ങൾ നല്ല രീതിയിൽ പോകും മുന്നോട്ട്, പേടിക്കണ്ട. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വൃശ്ചികം മാസം, വിശാഖം ആദ്യത്തെ കാല്, അനിഴം, തൃക്കേട്ട. ഓക്കെ, അല്ല ആദ്യത്തെ കാലല്ല കേട്ടോ, സോറി പറഞ്ഞത് തെറ്റിപ്പോയി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ 10 of coins ആണ്, 2 of wands, 5 coins, King of Swords, Empress. ഇവിടെ 10 of Swords ഉണ്ട്. ഓക്കെ, എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫൈനാൻഷ്യലി നിങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിട്ട് തന്നെ നിങ്ങളുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ കുറേ സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണ്. ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി കൊടുക്കാൻ സാധിക്കും. ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. 2 of wands ഉണ്ട്, പക്ഷേ ലേശം ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. 5 of coins ഉണ്ട് ഇവിടെ. 5 of coins നമ്മൾ എന്തെങ്കിലും വിട്ടുപോകുന്ന ഒരാൾ വിട്ടുപോയി നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ തനിച്ചാക്കി പോയി എന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. ഇവിടെ കാണുന്നത് ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓക്കെ, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ബാക്ക് സ്റ്റാബ് 6 of cups. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഒരു പേഴ്സണിനെ മിസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതായത് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി. ഓക്കെ, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാനുള്ള ഒരു സാധ്യത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ നിങ്ങളുടേതായ ഒരു അബണ്ടൻസിൽ നിങ്ങൾ നിൽക്കും എന്നും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ബന്ധങ്ങളുടെ കാര്യത്തിൽ ഐ തിങ്ക് ലേശം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ കൺഫ്യൂഷൻ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ
പാസ്റ്റിലെ വ്യക്തി, പാസ്റ്റിലെ വേദന, ഓക്കെ, പാസ്റ്റിലെ ടെൻഷനൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. എനിക്ക് മിസ്സിങ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യും, ഒരു വ്യക്തിയെ നിങ്ങൾ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ ഒരു ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത്, ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾക്കായിട്ടുള്ള അബൻഡൻസ് ഇവിടെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്, എംപ്രസ് ആയിട്ട് കാണുന്നുണ്ട്, 10 of coins ആയിട്ട് കാണുന്നുണ്ട്. മേ ബി ബട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ലൈഫിൽ വിട്ടുപോയ ആരെങ്കിലും ആ വ്യക്തിയെ തന്നെ വേണോ അതോ വേറെ വ്യക്തിയെ ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ആ പാസ്റ്റിലെ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ ആ ഓർമ്മകളിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് നിങ്ങൾക്ക് ലേശം ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതായത് പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ആ പേഴ്സണിനെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അത് പക്ഷെ നിങ്ങളുടെ സ്വന്തം ഗ്രോത്ത് ആണ്. ഓക്കെ, ആ പേഴ്സൺ തിരിച്ചു വരുമോ അതോ എന്തായിരിക്കും നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ നോക്കട്ടെ ഒന്നുകൂടി. കിങ് ഓഫ് കോയിൻസ്, അതാ ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ. യെസ്, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അതായത് നിങ്ങളെ ഒരു പേഴ്സൺ വിട്ടുപോയിട്ടുണ്ട്, ഒരു പേഴ്സൺ നിങ്ങൾ പുതിയ ഓഫറുമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം, ഒരാൾ വിട്ടുപോയി കാണാം. ഓക്കെ, ഇവിടെ 2 വ്യക്തികളുടെ എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ നിങ്ങൾ ജെൻസ് കാണുന്നവരാണെങ്കിൽ ലേഡീസ് 2 പേര് എടുത്തോളൂ. ഓക്കെ, ഒരാൾ ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിലും ഒരാൾ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എനർജി. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കിങ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി സ്റ്റെബിലിറ്റി തരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി തരും, അതായത് അവർ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് തരാനും എല്ലാം തയ്യാറായ ഒരു വ്യക്തിയാണ്. ഓക്കെ, ശരിക്കും യൂണിവേഴ്സ് അതാ പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു ലൈഫിൻ്റെ അബണ്ടൻസ് നിങ്ങൾക്കുണ്ട്, ഒരു മാരേജ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ മാരേജ് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു വ്യക്തി ഉണ്ട് നിങ്ങളുടെ അടുത്ത്. എനിക്ക് അല്ലെങ്കിൽ അവർ വരും എന്ന് പറയാം. പക്ഷെ നിങ്ങൾ ഐ തിങ്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ദാറ്റ് പാസ്റ്റ് പേഴ്സൺ തന്നെ വേണം എന്ന് എവിടെയോ നിങ്ങളുടെ മനസ്സിൽ കാണാം. പാസ്റ്റ് പേഴ്സൺ ഐ തിങ്ക് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ അതുകൊണ്ട് തന്നെ മൈൻഡ് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണെങ്കിൽ പോലും ഐ തിങ്ക് നിങ്ങൾ അതിലേക്ക് നോക്കുന്നില്ല. ഓക്കെ, അതിപ്പോൾ ഓൾറെഡി കൂടെയുള്ള വ്യക്തി ആയാലും ശരി, അല്ല വേറെ ആയാലും ശരി, പുതിയത് വരുന്നതായാലും നിങ്ങൾ ഐ തിങ്ക് അതിലേക്ക് നോക്കുന്നില്ല. ബിക്കോസ് എവിടെയോ നിങ്ങളുടെ മൈൻഡ് പാസ്റ്റിൽ നിൽക്കുകയാണ്. ഓക്കെ, ആ പാസ്റ്റ് പേഴ്സണിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഒരു ലേശം ഐ തിങ്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഈ ഒരു തീരുമാനം മേ ബി നിങ്ങൾ എടുക്കേണ്ടി വരും. ദാറ്റ് പാസ്റ്റ് പേഴ്സൺ വേണോ അതോ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ ചൂസ് ചെയ്യണോ എന്ന രീതിക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് ചൂസ് ചെയ്താൽ പക്ഷെ നിങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ആരോ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഓക്കെ, നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു 2025 ഐ തിങ്ക് നിങ്ങൾ ലേശം ആ ഒരു ലെവലിൽ ഇരിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്തായാലും പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി വരും. അത് ചൂസ് ചെയ്യണോ വേണ്ടെന്ന് പക്ഷെ നിങ്ങളുടെ കയ്യിൽ തീരുമാനം എടുക്കേണ്ട ഒരു അവസരം വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ധനുമാസം. ഓക്കെ, ധനുമാസം നമ്മളിനി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ഓക്കെ, നമുക്ക് നോക്കാം ധനുമാസം നിങ്ങൾക്ക് കാണുന്നവർക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. 2025 നിങ്ങളുടെ എങ്ങനെയായിരിക്കും നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാല്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങൾക്ക് ധനുമാസം അല്ലെങ്കിൽ ധനുരാശിക്കാർക്ക് എന്താ നോക്കാം. ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, കപ്സ്, വെരി നൈസ്. Swords. ഇതും നിർത്തണം കാർഡാണ്. ഓക്കെ, ഇവിടെ കാണുന്നത് ജഡ്ജ്മെന്റ് ആണ് ആദ്യം തന്നെ. ഓക്കെ, എവിടെയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ചില ന്യായം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് അന്യായമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. ഓക്കെ, ചില പാസ്റ്റ് കർമ്മകൾ തീർന്നു വരുന്ന കാര്യമായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, ചില പാസ്റ്റ് അതായത് എന്തെങ്കിലുമൊക്കെ കാർമികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എൻഡായി പോകുന്നതായിട്ട് പറയാം. അതായത് ചില കാർമിക് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യം ആവാം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് നല്ലതല്ലാത്തത്. ഓക്കെ, ചില നിങ്ങളെ ലെസൺ പഠിപ്പിക്കാൻ വന്ന ചില കാര്യങ്ങൾ എന്ന് വിചാരിച്ചോളൂ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറിപ്പോകുന്നതാണ് എനിക്ക് കാണുന്നത്. അത് എൻഡ് ആവുന്നു എന്ന് പറയാം. ആ കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല, അങ്ങനത്തെ എന്ത് കാര്യമായാലും. ഓക്കെ, അവിടെ അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട ചില
എന്താ പറയുക സ്ഥാനങ്ങളിൽ ഓക്കെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുന്നു. ഓക്കെ അത് നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട്. 3 of Cups സെലിബ്രേഷൻ ആണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ സെലിബ്രേഷൻ വരുന്നു എന്ന രീതിയിൽ പറയാം. ഇവിടെ കൺഫ്യൂഷൻ്റെ കാര്യം കാണുന്നുണ്ട്. മേ ബി അത് ചിലപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം. അതായത് നിങ്ങൾ ചിലത് വിട്ടുമാറി പോകണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ നെക്സ്റ്റ് ഇയർ. ഓക്കെ സന്തോഷങ്ങൾ വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലത് ഐ തിങ്ക് ഓട്ടോമാറ്റിക്കലി വിട്ടുപോകും. അത് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല, യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലത് എടുത്ത് മാറ്റും. ഓക്കെ ആ മാറ്റം ശരിക്കും നിങ്ങൾക്ക് നല്ലതാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് സന്തോഷങ്ങളാണ്, ഹാപ്പിനെസ് ആണ്. ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു അബൻഡൻസ് ഇൻഡിപെൻഡൻസ് എന്ന രീതിക്കാണ് ഈ കാണുന്നത്. അതായത് നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അത് മാത്രമല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ചിലവർക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്ന് എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം. ഫ്രണ്ട്സ് ആവണമെന്നില്ല, ആരായാലും ഓക്കെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ചേർന്ന് എന്തെങ്കിലും ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലവർ തനിച്ച് എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ആവാം, ചിലവർ തനിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമാവാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള അത്ര യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനുള്ള അത്ര ആ ഒരു മണി അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ലേശം കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഇവിടെ. 2 കാര്യങ്ങൾ തമ്മിലുള്ള ജഗ്ലിംഗ് കാണുന്നുണ്ട്. അത് എന്തിൻ്റെയാണ്? ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡ് പക്ഷേ ഈ കിട്ടുന്നതിനെയൊക്കെ ഡൗട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഓക്കെ ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഈ 2 of Swords 2 of Pentacles എന്തോ ഉണ്ടാവുന്നിരിക്കുന്നത്. ഓക്കെ 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 നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണം, അതായത് ചിലത് യെസ് നമ്മുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു പോകും. ഓക്കെ അത് ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. പക്ഷെ ഇനി മുന്നോട്ട് നിങ്ങൾ എന്ത് വേണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം. മേ ബി ഐ തിങ്ക് ഓക്കെ ഇതിവിടെ ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇത് പുറത്തുള്ള കോൺഫ്ലിക്റ്റ് അല്ല, ഇത് നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റായ, ഓക്കെ നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ ഐ തിങ്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ച് പോകുമ്പോൾ ഓക്കെ ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ നിങ്ങൾ ലേശം ബ്രേക്ക് എടുക്കുക. ഓക്കെ അതിനുശേഷം നിങ്ങൾ ചൂസ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഓക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ആ ഡിസിഷൻ പക്ഷേ നിങ്ങൾക്ക് നല്ലതിലെത്തിക്കും. ഓക്കെ 9 of Cups ഉണ്ട്, 10 of Cups ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷമാണ് കാണുന്നത്. ഓക്കെ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യെസ് 5 of Cups ഉണ്ട് ഇവിടെ. ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ അതുകൊണ്ടാണ് ഐ തിങ്ക് നിങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ 2025 ഐ തിങ്ക് നിങ്ങൾ ഒരു കുറച്ച് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ ബട്ട് അത് യൂണിവേഴ്സായിട്ട് പക്ഷെ നിങ്ങൾക്ക് ന്യായം കൊണ്ട് തരുന്നുണ്ട്. ഓക്കെ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഡിസിഷൻ മാത്രം നിങ്ങൾ എടുക്കാനുണ്ടാവും. ഓക്കെ അത് നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് വിട്ട് തരും എപ്പോഴും. ഓക്കെ ചിലത് വിട്ട് പോകുമ്പോൾ അതിനങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കണം. ഓക്കെ കാരണം അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വേറെ നല്ലത് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. എന്തായാലും യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലതെടുത്ത് മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പക്ഷെ അത് നിങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് എത്തിക്കാനാണ്, നിങ്ങളുടെ ഒരു അബണ്ടൻസിലേക്ക് എത്തിക്കാനാണ്. ഒരിക്കലും വിഷമിക്കേണ്ട. എന്തെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരും. ഈ ഒരു ഡിസിഷൻ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളിനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ ആ തീരുമാനം നിങ്ങൾ ഒരിക്കൽ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾക്കൊരു ഇൻഡിസിഷൻ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുറേ കാര്യങ്ങളെ ചിലപ്പോൾ ജഗിൾ ചെയ്യാൻ ശ്രമിച്ചേക്കാം. ഓക്കെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ശാന്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് തീരുമാനം എടുക്കാം. ഓക്കെ എന്തായാലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ഇയർ ആണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സായിട്ട് ചില ജഡ്ജ്മെൻറ്റ്, അതായത് ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത ചില എന്തെങ്കിലും കിട്ടാതെ പോയ ചില കാര്യങ്ങൾ, ഓക്കെ അർഹിക്കുന്ന പേരാവാം, സ്ഥാനമാനങ്ങളാവാം, അർഹിക്കുന്ന പണമാവാം, എന്തോ ആയിക്കോട്ടെ എല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ സോ വളരെ പോസിറ്റീവായിട്ടിരിക്കാം. ആൻഡ് നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം. എനിക്ക് ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം. ഓക്കെ ഉത്രാടം ആദ്യത്തെ കാൽഭാഗം, മൂലം പൂരാടം ഉത്രാടം. നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ 2025 10 of Swords ഉണ്ട് ഇവിടെ. അഗൈൻ Princess of Wands, Wheel of Fortune എന്നിട്ട് 7 of Wands ആൻഡ് Ace of Wands. വാവ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. യെസ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ, ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതിവ് പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിങ്ങൾക്ക്
എന്താ പറയുക, ന്യായമായത് കിട്ടാത്ത ഫസ്റ്റ് കാർഡ് നമ്മുടെ അങ്ങനെയായിരുന്നു, ജഡ്ജ്മെന്റ് ആയിരുന്നു വന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഒരു മാറ്റമാണ്. ഓക്കെ, ഈ ഒരു 2025 നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയാണ്. പുതിയ ആരെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും, നിങ്ങളെ കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്കാണ് വരുന്നത്. യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചിലത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, പേഴ്സൺ എന്ന് എടുക്കണ്ട. ഓക്കെ, വേദനിപ്പിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവാം, അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇവിടെ 7 of Wands കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നല്ല കാര്യം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് പറയാം. Ace of Wands പുതിയ തുടക്കമാണ്. ഐ തിങ്ക് മേ ബി നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും, ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നില്ല, നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അവരുടെ ലൈഫിലേക്ക് മേ ബി മാരേജിൻ്റെ കാര്യമായിരിക്കും ഇത്. ഓക്കെ, മാരേജിനൊക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പോസിബിൾ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്ന് എനിക്ക് കാണുന്നുണ്ട്. Ace of Wands പുതിയ തുടക്കമാണ്. ഓക്കെ, അപ്പം നിങ്ങളെ അവർ ചൂസ് ചെയ്ത് നിങ്ങൾ തമ്മിലൊരു പുതിയ ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എവിടെയോ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ് റിലേഷൻഷിപ്സിൽ. ഓക്കെ, നിങ്ങളെ മുമ്പ് വേദനിപ്പിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ഇവിടെ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നല്ലത് പോസിറ്റീവായിട്ട് പുതിയ തുടക്കങ്ങൾ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ചിലവർക്ക് മാരേജ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം വരുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ ഐ തിങ്ക് മെയിൻലി എനിക്ക് അതാ തോന്നുന്നത്. കിങ് ഓഫ് കോയിൻസ്, പ്രിൻസസ് ഓഫ് കോയിൻസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ജസ്റ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞു, ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം. ഞാൻ Ace of Coins. യെസ്, തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നുണ്ട്. Ace of Wandsഉം Ace of Coinsഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും. പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ തുടക്കങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ് നല്ല രീതി. വാവ്, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് Ace of Cups ഉണ്ട്. വാവ്, നിങ്ങളുടെ റിലേഷൻഷിപ്സ് വളരെ നല്ല. മാരേജ് കാർഡ്. ഓക്കെ, റിലേഷൻഷിപ്സിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, മൂലം, പൂരാടം, ഉത്രാടം. ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരെ തരാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് അവർ അത്രയും സ്നേഹം പങ്കുവെക്കാനും നിങ്ങൾ തമ്മിൽ അടുക്കാനും സ്നേഹം എല്ലാം കൊണ്ടും ആക്ച്വലി എനിക്കൊന്നും പറയാനില്ല അവിടെ. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിലും പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് സോറി പറഞ്ഞു വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടാണ് പോകാൻ പോകുന്നത്. ധനു, കൂറ്, മൂലം, പൂരാടം, ഉത്രാടം ആൾക്കാർക്ക്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇനി മകരം മാസം കൂടി നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, മകരക്കൂറുകാർക്ക് നിങ്ങൾക്ക് ഉത്രാടം 3/4 ഭാഗം, അവസാനത്തെ 3/4, തിരുവോണം, അവിട്ടം പകുതി. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രം വെച്ച് കണ്ടോളൂ. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഓക്കെ, നിങ്ങൾക്ക് 2025 എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഈ ഒരേ ഡെക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വേറെ വേറെ കാർഡ്സ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഷഫിൾ ചെയ്യുന്നത്. മകരക്കൂറുകാർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം. ഓക്കെ, നമുക്ക് നോക്കാം. 8 of Wands, Page of Wands, Devil Energy, Chariot, Ace, Page of Pentacles and 6 of Pentacles. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് വരുന്നതായിട്ടാണ്. എനിക്ക് നിങ്ങളുടെ ഈ 2025 നിങ്ങൾക്ക് ചില ആക്ച്വലി എനിക്ക് പറയാനുള്ളത് യാത്രകളാണ്. നിങ്ങൾക്ക് കുറച്ച് യാത്രകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുള്ള ട്രാവലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ജോലി കാര്യത്തിന് വേണ്ടിയുള്ള ട്രാവലിംഗ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമുള്ളതായിരിക്കും. അതിനുവേണ്ടി ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പോണ്ടി വരും. ഫാസ്റ്റ് മൂവിങ് എന്നും പറയാം. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ലൈഫിൽ ഐ മീൻ ഇപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്ത് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോകാൻ തുടങ്ങും. ഓക്കെ, കുറേ കാലമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അതൊന്നും മുന്നോട്ട് അധികം പോവാതെ സ്റ്റക്കായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുന്നോട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങും. അതിപ്പോൾ എന്ത് തന്നെ കാര്യങ്ങളായാലും ശരി, നിങ്ങൾ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, എന്ത് തന്നെയായാലും ഓക്കെ, യാത്ര, അങ്ങനെ ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ് നിങ്ങളുടെ 2025 എനിക്ക് കാണുന്നത്.
ഓക്കെ, രണ്ട് കാര്യങ്ങളും ആക്ച്വലി യാത്രയെക്കുറിച്ചാണ് പറയുന്നത്, മൂവ്മെൻറ്റിനെ കുറിച്ചാണ്, ചേഞ്ചസ് ആണ്. ഓക്കെ, അതിൻ്റെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന, അതായത് ഇഷ്ടമുള്ള കാര്യത്തിൽ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയ ഓഫർ വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് വേണ്ടി മാറ്റങ്ങളായിരിക്കാം. ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതിനെല്ലാം ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ലോസ് ആയിട്ടോ അങ്ങനെയൊന്നും പോവില്ല. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും, അതിപ്പോൾ വർക്കിലിടുന്ന എഫേർട്ട് ആയാലും ശരി, എന്തെങ്കിലും മണി ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, നിങ്ങൾ വർക്കിൽ ചെയ്യുന്ന നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ അതിലായാലും നിങ്ങൾ ഇടുന്ന എഫേർട്ട് വേസ്റ്റ് ആവില്ല തവണ. ഓക്കെ, ഈ വർഷം നിങ്ങൾക്ക് അതിൻ്റെ ഈക്വൽ റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, ഒരു ഡബിൾ എനർജി ഉണ്ട്, നിങ്ങളുടെ ഓൺ ഓവർ തിങ്കിങ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങൾക്ക് തോന്നാം ദാറ്റ് തടസ്സം മറ്റുള്ളവരാണ്, പുറമെയാണ്, പുറത്തുള്ള കാര്യങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ മനസ്സിൽ നിങ്ങളുടെ ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ നിർത്താം. ഓക്കെ, എന്തെങ്കിലും നടക്കാതെ കാര്യങ്ങൾ നടക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ വളരെ പോസിറ്റീവാക്കി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. ഓക്കെ, 2025 നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. നിങ്ങളുടെ മനസ്സിലെ ചില പേടികൾ, ഓക്കെ, ചിലവർക്ക് വല്ല കണ്ണുതട്ടൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് സാരില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട, നന്നായിട്ട് പ്രാർത്ഥന വയ്ക്കുക, അത്ര മതി. ഓക്കെ, യെസ്, സ്പിരിച്വൽ. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ തടസ്സം ഇത് നിങ്ങളുടെ മൈൻഡിൻ്റെ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾ തന്നെ സ്വയം സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിസിഷൻസ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എടുക്കേണ്ടി വരും. ഇത് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ലോണം നിങ്ങൾക്ക് വർക്ക് ചെയ്യും. എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ലവേഴ്സ് കാർഡ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചോയ്സിൻ്റെ കാര്യമാണ്, അതായത് എന്ത് വേണം എന്നുള്ള ഇത് ആക്ച്വലി ഈ കാർഡിലും നമ്മൾ പറയാറുണ്ട്. അതായത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതിനെ റൈറ്റ് വേയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളുടെ ഒരു ഗോൾ ലക്ഷ്യമാക്കി നിങ്ങൾ പോയാൽ നിങ്ങൾക്കെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുക. ഓക്കെ, അതിന് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ യൂസ് ചെയ്യുക, എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ആൻഡ് അത് ആ ഗോളിൽ ഫോക്കസ് വെച്ച് പോയി കഴിഞ്ഞാൽ, ഓക്കെ, മറ്റ് തടസ്സങ്ങളൊന്നും നിങ്ങൾക്ക് മാറ്റർ ആവില്ല. നിങ്ങളെ തടയുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളായാലും ശരി, പുറമെ എന്ത് കാര്യമായാലും ശരി, ആ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഓക്കെ, 2025 നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മാത്രം നിങ്ങളുടെ ഒരു ശ്രദ്ധ, നിങ്ങളുടെ ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ആൻഡ് നല്ലോണം പ്രാർത്ഥിക്കാം. ഈ കാർഡ് കണ്ട് നമ്മൾ സ്പിരിച്വൽ കാര്യം പറയാറുണ്ട്. സോ നന്നായിട്ട് പ്രാർത്ഥനാ കാര്യങ്ങൾ വെക്കുക. സ്പിരിച്വലി നിങ്ങൾ കുറച്ച് ഗ്രോ അവെയർ ആവുന്ന പോലെ, അവെയർ എന്ന് പറയാം. എനിക്ക് സ്പിരിച്വൽ അവയർനെസ് വരാൻ തുടങ്ങുമെന്ന് പറയാം. സോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, 2025 നമുക്ക് മകരം അല്ലേ, മകരക്കൂറുകാർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി. ഓക്കെ, നമ്മൾ അതിൽ പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ നക്ഷത്രം വെച്ച് നോക്കോളൂ. നിങ്ങളുടെ ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും 2025 നോക്കാം നമുക്ക്. മകരക്കൂറുകാർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം, നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യം കൂടി നോക്കാം. സോറി, ഒരുപാട് ജമ്പ് ചെയ്തു. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ്, യെസ്, ജമ്പിങ്. ഓക്കെ, 10 ഓഫ് കപ്സ്. ഓക്കെ, ഫുൾ കാർഡ്. ഓക്കെ, 2 വന്നു, സോറി, 6 ഓഫ് സോർഡ്സ് ആൻഡ് 8 ഓഫ് കപ്സ്. ഇവിടെയും ഡബിൾ എനർജി ഉണ്ട്, മറ്റേലും ഡബിൾ എനർജി വന്നിരുന്നു. ഓക്കെ 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 ജനറൽ ഗൈഡൻസിലും നിങ്ങൾക്ക് ഡബിൾ എനർജി വന്നിരുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ, ഓക്കെ, നിങ്ങൾ എടുത്തു ചാടാതിരിക്കുക. ഓക്കെ, ഒരല്പം നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. എടുത്തു ചാടണ്ട എന്നുള്ളൊരു വാർണിംഗ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കണ്ണു അടച്ച് ട്രസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു വാർണിംഗ് ആണ് ഇവിടെ ഈ ഒരു വർഷം. ഓക്കെ, നിങ്ങൾക്ക് വേറെ വലുതും വരുമോ നല്ലതെന്ന് ഞാൻ നോക്കാം. ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന, നിങ്ങൾ കരുതുന്നുണ്ട് ആരെയോ വളരെ നല്ലതായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവാം. പക്ഷെ അവിടെ ഒരു വാർണിംഗ് എനർജി ഉണ്ട്, എനിക്ക് ഡബിൾ എനർജി ഉണ്ട്. നിങ്ങൾ എടുത്ത ചാടി ഒന്നും ചെയ്യണ്ട എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 6 ഓഫ് സോർഡ്സ് ഇത് മൂവിങ് ആണ്, ആൻഡ് 8 ഓഫ് കപ്സും രണ്ടും മൂവിങ് ഓൺ എന്ന എനർജിയാണ്. ഓക്കെ, ചില ബന്ധം ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ വിട്ട് കളയണം എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, ഓക്കെ, നിങ്ങൾ എടുത്ത് ചാടി തീരുമാനം എടുക്കാതിരിക്കാം.
ഓക്കെ, നിങ്ങൾക്ക് വല്ല ആലോചന വന്നു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നിൽക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സോറി, ഒരു ഡെവിൾ എനർജി ഉണ്ട് അവിടെ. ഓക്കെ, നേരത്തെയും ഞാൻ ഗൈഡൻസിലും എനിക്ക് ഡെവിൾ എനർജി കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അതിപ്പോൾ ഈ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ പേഴ്സണിനെ കണക്ട് ചെയ്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. കാരണം ഇതൊരു തേർഡ് പാർട്ടി എനർജി ആയിരുന്നു, സാരില്ല. സോ ഒരു ഡെവിൾ എനർജി നിങ്ങളുടെ ചുറ്റും ഉണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിക്കാം, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെറിയ നെഗറ്റിവിറ്റി എനർജി ഉണ്ടാവാം. ഒന്ന് സൂക്ഷിക്കണം. ഓക്കെ, നിങ്ങൾ എടുത്ത് ചാടി കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ട. ഫുള്ളായിട്ട്, അതായത് ഫുൾ കാർഡ് ഉണ്ട് ഇവിടെ. ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെയാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഐ തിങ്ക് ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ദാറ്റ് എന്തോ ശരിയല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അവിടെ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ചില ബന്ധങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ഡിസൈഡ് ചെയ്യും ദാറ്റ് അത് ശരിയല്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം, വിട്ട് കളയുന്നതായിരിക്കും. കാരണം ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്, എവിടെയോ 10 of Wands ഉണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിട്ട് മാറി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുടെ മുമ്പിലൊക്കെ നല്ലതായിട്ട് കാണുന്നുണ്ടാവും, പക്ഷെ എവിടെയോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറയുന്നുണ്ടാവും എന്നിട്ട് അവിടെ എന്തോ ശരിയല്ല എന്ന്. ആൻഡ് ഐ തിങ്ക് അത് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. ഓക്കെ, 2 of Cups. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തികൾ വരും, വ്യക്തികൾ വരും, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്ത് ബന്ധത്തിലാണോ പെട്ട് നിൽക്കുന്നത് അത് ലേശം ഒരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വലുതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ വേറെ ആരെങ്കിലും വരാനുള്ള സാധ്യതയാണ്, നല്ലത് വരാനുള്ള സാധ്യതയാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ വ്യക്തികൾ വരാനുള്ള ഓഫർ വരും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ വേറെ വല്ലവരും മീറ്റ് ചെയ്യും, പുതിയതായിട്ട് മീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ എന്തെങ്കിലും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ ഒരു ഐ തിങ്ക് പാസ്റ്റിൽ ഇപ്പം നിങ്ങളുടെ ഉള്ള വ്യക്തികൾ അതിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോവും, അല്ലെങ്കിൽ അത് നിങ്ങളെ വിട്ട് Queen of Cups എനർജി. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വരും, പുതിയ ബന്ധങ്ങൾ വരും. ഓക്കെ, ചിലത് നിങ്ങൾ ഐ തിങ്ക് നല്ലതല്ല, നിങ്ങൾക്ക് അത് വിട്ട് കളയാനുണ്ട്. ജസ്റ്റിസ്, ചിലവർക്ക് നിങ്ങൾ മാരേജൊക്കെ ആണെങ്കിൽ ഡൈവോഴ്സോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഐ തിങ്ക് ഒരു ഓവറോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പക്ഷെ പുതിയത് നല്ലത് വരും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഓക്കെ, അത് ചിലത് നിങ്ങൾ ഐ തിങ്ക് വിട്ട് മാറിപ്പോകും. നിങ്ങൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആൻഡ് ഐ തിങ്ക് നിങ്ങളത് വിട്ട് മാറിപ്പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ബന്ധങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, സോ ഐ തിങ്ക് 3 എണ്ണം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത്തവണ വൃശ്ചികം, ധനു, മകരം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.